ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ കിച്ചണിൽ ഉണ്ടായിരിക്കേണ്ട 10 ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ആവശ്യം വരുമ്പോൾ കിട്ടുന്ന രീതിയിൽ അടുക്കളയിൽ ഒരിടത്ത് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും തെരഞ്ഞ് കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ആ 10 ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ അടുക്കളയിൽ വേണ്ടത് ഒരു ക്ലോക്കാണ്. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കാനും എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് വേവിക്കണം അല്ലെങ്കിൽ 10 മിനിറ്റ് വേവിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നോക്കാനൊക്കെ അടുക്കളയിൽ ഒരു ക്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു ഫോൺ എടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഹോളിലേക്കാണ് ക്ലോക്ക് എന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കണം. അപ്പോൾ കിച്ചണിൽ ക്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടൈം നോക്കാനും അതിനനുസരിച്ച് നമ്മളുടെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനും പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കത്രികയാണ്. ഇതുപോലെ ഒരു ചെറിയ കത്രികയെങ്കിലും നമ്മളുടെ അടുക്കളയിൽ നമ്മൾ എടുത്ത് വെക്കുക. നമ്മുടെ അടുക്കളയിലെ ആവശ്യത്തിനായിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പാക്കറ്റ് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കത്രിക പെട്ടെന്ന് തന്നെ എടുത്ത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് നമ്മൾ റൂമിലേക്കോ ഒക്കെ പോയിട്ട് അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആയി പോകും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ അത് ഇതേപോലെ 2 സൈഡിലും ഓരോത് വരുന്നത്, അതായത് ഒരു സൈഡിൽ സ്റ്റാർ ടൈപ്പും ഒരു സൈഡിൽ സാധാ ടൈപ്പുള്ള അങ്ങനത്തെ സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മളുടെ കിച്ചണിൽ കുക്കറൊക്കെ പെട്ടെന്ന് ഹാൻഡിലൊക്കെ ഇളകി പോകും. അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഊരിപ്പോവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സ്ക്രൂ ഒക്കെ ഫിറ്റാക്കി കൊടുക്കാൻ അടുക്കളയിൽ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു ഫണലാണ്, നാളം എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ നമുക്ക് ഓയിൽ വെളിച്ചെണ്ണയൊക്കെ കുപ്പിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നാളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒഴിക്കുമ്പം മെല്ലെ മെല്ലെ ഒഴിച്ച് താഴെയൊന്ന് വീഴാതെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നാളം ഉണ്ടാകുന്നത് യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് പീലറാണ്. പീലർ ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. പക്ഷേ ചിലർ ഇപ്പോഴും പീലറൊന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയാണെങ്കിലും അതേപോലെ തന്നെ വേറെ വെജിറ്റബിൾസിൻ്റെ തൊലിയൊക്കെ കത്തിയോണ്ട് തന്നെ ചെത്തി കളയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പീലർ വെച്ചാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടതാണ് റബ്ബർ ബാൻഡ്. അപ്പോൾ നമ്മൾ പാക്കറ്റിലുള്ള എന്തെങ്കിലും സാധനം കുറച്ച് നമ്മൾ എടുത്ത് വെക്കുന്ന അത് പാക്കറ്റിൽ തന്നെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പാക്കറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാനൊക്കെ ആയിട്ട് റബ്ബർ ബാൻഡ് ആവശ്യം വരും. അപ്പം കുറച്ച് റബ്ബർ ബാൻഡ് നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളുടെ അടുക്കളയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ഈ നോട്ട് പാഡും പെന്നും. നമ്മൾ മിക്ക വീട്ടമ്മമാർക്കുള്ള പ്രശ്നമാണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഇപ്പോൾ കടലയോ പരിപ്പോ അങ്ങനെ എന്തെങ്കിലും തീർന്നത് അറിയാം. അപ്പോൾ അത് നമ്മൾ ഇനി കടയിൽ പോകുമ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കും. പക്ഷേ പോകുന്ന സമയത്ത് ഇത് തീർന്നെന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ തീരുന്ന സാധനങ്ങൾ, വേണ്ട സാധനങ്ങളൊക്കെ ഓർമ്മ വരുന്ന സമയത്ത് തന്നെ നോട്ട് ചെയ്ത് വെക്കാൻ ഇതേപോലെ ഒരു ചെറിയ നോട്ട് പാഡും പെന്നും അടുക്കളയിൽ തന്നെ കരുതാം. എപ്പോഴാണോ നമ്മൾ ഓർമ്മ വരുന്നത് അപ്പോൾ അത് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു പേപ്പർ എടുത്ത് പോയാൽ മതി. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ടൂത്ത് ബ്രഷാണ്. അപ്പോൾ ടൂത്ത് ബ്രഷ് നമ്മുടെ കിച്ചണിൽ ക്ലീനൊക്കെ ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ, പിന്നെ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ഉള്ളിലോ എന്തെങ്കിലും വക്കുകളോ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ടൂത്ത് ബ്രഷ് കിച്ചണിൽ അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പറുകൾ നമ്മൾ കിച്ചണിൽ എടുത്ത് വെക്കണം. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേപ്പറാണെങ്കിലും പേപ്പറുകൾ കുറച്ച് കരുതി വെക്കുക. അത് നല്ലോണം നമ്മൾ ഒരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് എടുത്ത് വെക്കുക. ഒരു ന്യൂസ് പേപ്പർ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തൊലികളൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ട് അതിലേക്ക് കളയുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറോടൊക്കെ നമുക്ക് അടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ടാൽ മതി. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്നും ചീത്തയാവില്ല, നമുക്ക് ക്ലീനിങ്ങും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ വേണ്ടതാണ് ലൈറ്റർ. അത് നമ്മളിപ്പോൾ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ലൈറ്റർ ആവശ്യം വരുമ്പോൾ അത് കിട്ടുന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരിക്കേണ്ട സംഭവങ്ങൾ. ഇത് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊരു 10 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും തിരഞ്ഞ് നമ്മളുടെ കുറേ ടൈം പോവും. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം ലാഭിക്കുമ്പോൾ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ വേഗം തന്നെ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ എന്നാലേ നിങ്ങൾക്ക് ഇനിയും കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.